ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു എഡിറ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് സ്കില്ലിനെ എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാം, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോസ്. അപ്പോൾ ഞാനിതിൽ ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് ഞാൻ ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഈ വീഡിയോ. ഇതിൽ നിന്നും എങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾ സ്കില്ലിനെ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും, പല എഡിറ്റിംഗ് മെത്തേഡ്സ്, ട്രിക്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാം, അതായത് നമ്മളിപ്പോൾ പ്രീമിയറിലായാലും എഡിയൂസിലായാലും ഒരു വർക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഫൈനൽ കട്ട് പ്രോയിൽ നമ്മൾ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കൂടെ എങ്ങനെ ഫുട്ടേജസ് ആഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ഫുട്ടേജസും ഓഡിയോസും എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്തത് എങ്ങനെ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് മുകളിലായിട്ട് ഫയൽ ന്യൂ, മൂന്നാമതായിട്ട് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിലേക്ക് വേണം നമ്മൾ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ. ഞാനിവിടെ 2TB ക്യാപ്ചറിൽ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എനിക്കിവിടെ വേണം എനിക്ക് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ. യൂട്യൂബ് ചാനൽ എന്നുള്ള ആ ഫോൾഡറിലാണ് ഫുട്ടേജസ് ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ ലൈബ്രറിയും ബാക്കപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ന്യൂ ഫോൾഡർ കൊടുത്തിട്ട് റീനെയിം കൊടുക്കേണ്ടത് ലൈബ്രറി എന്നാണ് ഞാൻ ആ ഫോൾഡറിന് റീനെയിം കൊടുക്കുന്നത്. ലൈബ്രറി എന്ന നെയിം കൊടുത്ത് സേവ് ചെയ്തു. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയർ ക്വിറ്റ് ചെയ്യുക. ഇവിടെ എഡിറ്റ് ചെയ്ത് പോവുകയല്ല വേണമെങ്കിൽ അവിടെ നമുക്ക് ബാക്കപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്കവിടെ എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ഫൈനൽ കട്ട് പ്രോ യൂസർ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ലൈബ്രറി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഏതാണോ ആ ലൈബ്രറിയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പുതിയ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പുതിയൊരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫൈനൽ കട്ട് പ്രോ ക്വിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ലൈബ്രറി ഉണ്ടല്ലോ അത് എവിടെയാണെന്ന്, ഇങ്ങോട്ടാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്, അവിടെ പോയി ആ ലൈബ്രറി ഓപ്പൺ ചെയ്യണം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2TBയിൽ ക്യാപ്ചറിൽ യൂട്യൂബ് ചാനലിൽ ലൈബ്രറി എന്ന ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ ലൈബ്രറിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആവും. ഫൈനൽ കട്ട് പ്രോ ഓപ്പൺ ആവുന്നുണ്ട്. ഇതാണ് ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇത് 1 by 1 ആയിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറി സെറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് ബാക്കപ്പ് സെറ്റ് ചെയ്യുക. FCP ഓപ്പൺ ആയി വന്നു കഴിഞ്ഞ് നമ്മൾ ബാക്കപ്പ് സെറ്റ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു ചെറിയൊരു അബദ്ധമാണ്. ഇപ്പോൾ മൗസ് പോയിൻ്റ് കൊണ്ട് നമ്മൾ ടൈം ലൈനിലോ റിവ്യൂയിലോ എവിടെയെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റോറേജ് ലൊക്കേഷൻ, അതായത് ബാക്കപ്പ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഹൈഡായിപ്പോവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട. റൈറ്റ് സൈഡിലായിട്ട് അൺടൈറ്റിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റോറേജ് ലൊക്കേഷൻ്റെ ഇത് വരും. ഇവിടെ സ്റ്റോറേജ് ലൊക്കേഷൻസിൽ മോഡിഫൈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മീഡിയ, മോഷൻ കണ്ടൻറ്റ്, ക്യാഷ് ഫയൽ, ബാക്കപ്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണും. ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മീഡിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിലേക്കായിരിക്കും നമ്മൾ ലൈബ്രറി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മോഷൻ കണ്ടൻറ്റും ക്യാഷ് ഫയലും ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കപ്പ് മാത്രം സെറ്റ് ചെയ്യുക. ഇവിടെ ബാക്കപ്പിൽ ഞാൻ കൊടുത്തു. ചൂസ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഏതാണോ അങ്ങോട്ടേക്കാണ് ലൈബ്രറി ക്രിയേറ്റ് ആയിട്ടുള്ളത്. ആ ക്രിയേറ്റ് ആയ ലൈബ്രറിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബാക്കപ്പും ക്രിയേറ്റ് ആവുന്നത്. നമുക്കിനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ലൈബ്രറിയിലോട്ടാണ് ബാക്കപ്പ് സെറ്റ് ചെയ്യുന്നതെങ്കിലോ. അതുമാത്രമല്ല നമുക്കിവിടെ അറിയാൻ പറ്റും. തൊട്ട് മുകളിലായിട്ട് കണ്ടോ, ഇവിടെ കൊടുക്കുമ്പോൾ 2TB ക്യാപ്ചർ യൂട്യൂബ് ചാനൽ ലൈബ്രറി, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ 2TB ക്യാപ്ചറിൽ യൂട്യൂബ് ചാനൽ ലൈബ്രറി. അവിടെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ബാക്കപ്പ് കൊടുത്തു. ഓക്കെ കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു. ചൂസ് കൊടുത്തു.
ഇവിടെ ബാക്കപ്പിൽ മൗസ് പോയിൻ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും 2 TB ക്യാപ്ചർ വർക്കിൽ യൂട്യൂബ് ചാനൽ ലൈബ്രറി ബാക്കപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേറ്റ് നമുക്ക് ഇവിടെ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ എങ്ങോട്ടാണ് ബാക്കപ്പ് വരെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കിവിടെ മൗസ് പോയിൻ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രീമിയറിലായാലും എഡ്യൂസിലായാലും ബിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഫയൽ ന്യൂ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ വീഡിയോസ് എന്ന നെയിം കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അടുത്തത് രണ്ടാമത്തത് ഞാൻ ഓഡിയോസ് എന്ന ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നെയിം കൊടുത്തു ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഓഡിയോസ് വീഡിയോസ് 2 ഇവൻറ്റ് ബിന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അടുത്തത് എഡിറ്റ് ചെയ്യേണ്ടുന്നതായ വീഡിയോ ഫയൽസും ഓഡിയോസും ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഫയൽസിൻ്റെ ഫ്രെയിം റേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ന്യൂ പ്രോജക്റ്റ് കൊടുത്ത് അതിൽ ഫ്രെയിം റേറ്റും സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതല്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഫയൽസിൻ്റെ ഫ്രെയിം റേറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഫയൽസ് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഫ്രെയിം റേറ്റ് നോക്കി ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഫ്രെയിം റേറ്റും സെറ്റ് ചെയ്ത് വീഡിയോ ഫയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അടുത്തത് നമ്മൾ വീഡിയോ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുന്നതിന് വീഡിയോസ് എന്ന നെയിം കൊടുത്തിട്ടുള്ള ഇവൻറ്റിനെ സെലക്ട് ചെയ്യുക. ഞാൻ എന്തിനാണ് ഇവിടെ 2 ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഇവൻറ്റിലോട്ട് വീഡിയോ ഫയൽസും ഫോട്ടോസും ഓഡിയോസും എല്ലാം കൂടെ ആയിട്ട് മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീഡിയോസെന്നും ഓഡിയോസെന്നും 2 ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ ഓഡിയോസ് എന്നുള്ളതിൽ ഓഡിയോസും വീഡിയോസ് എന്നുള്ളതിൽ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യാം. FCPയിലേക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് 3 വഴികളുണ്ട്. അതിൽ ഒന്നാമത്തത് വീഡിയോസ് എന്ന ബിന്ന് സെലക്ട് ചെയ്ത ശേഷം ഫയൽ ഇമ്പോർട്ട് മീഡിയ. നമുക്ക് ഷോർട്ട് നമുക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴായാലും കമാൻഡ് ഐ കൊടുത്ത് ഇമ്പോർട്ട് എന്നുള്ള ഈ പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഷോർട്ട് നമുക്ക് എഡിറ്റേഴ്സിന് ഒരുപാട് ഉപകാരമാണ്. പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യേണ്ടുന്ന പേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്യാപ്ചർ വർക്കിൽ യൂട്യൂബ് ചാനൽ എന്ന ഫോൾഡറിൽ വീഡിയോസ് ഈ ഫോൾഡറിലാണ് എഡിറ്റ് ചെയ്യേണ്ടുന്നതായ ഫുട്ടേജ് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത ശേഷം ഇമ്പോർട്ട് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ FCPയിലോട്ട് ഇമ്പോർട്ട് ആവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിം റേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ന്യൂ പ്രോജക്റ്റ് ഫ്രെയിം റേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡയറക്റ്റ് ആ ഫൈൻഡറിൽ കയറി ആ ഫുട്ടേജിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫൈൻഡറിൽ പോയി ക്യാപ്ചറിൽ യൂട്യൂബ് ചാനൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇമ്പോർട്ട് ആവുകയാണ് ആയിട്ടുണ്ട്. ഇതിവിടെ ഇതിൻ്റെ ബാക്കപ്പ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫ്രെയിം റേറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇൻഫോ ഇൻസ്പെക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുക്കുമ്പോൾ അവിടെ അറിയാൻ പറ്റും 50 ഫ്രെയിം റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതല്ല ഫ്രെയിം റേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, കമാൻഡ് N കൊടുത്താൽ പ്രോജക്റ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഫയൽ ന്യൂ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും പ്രോജക്റ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂ പ്രോജക്റ്റ് ഉണ്ട്. ഇവിടെ മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും പ്രോജക്റ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് 3 രീതിയിൽ FCPയിൽ നമുക്ക് ഫുട്ടേജസ് ഇമ്പോർട്ട് ചെയ്യാനായാലും പ്രോജക്റ്റ് സെറ്റ് ചെയ്യാനായാലും പറ്റും. അപ്പോൾ ഇവിടെ പ്രോജക്റ്റിന് നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ കൊടുക്കണ്ട. വീഡിയോ ഫോർമാറ്റ് HDയിൽ തന്നെ കിടക്കട്ടെ. 1920x19 ഇത് വേണം റെസൊല്യൂഷൻ. അടുത്തത് 50 ഫ്രെയിം റേറ്റ്. ഞാൻ 50 ഫ്രെയിം റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എഡിറ്റ് ചെയ്യേണ്ടുന്നതായ ഫുട്ടേജിൻ്റെ ഫ്രെയിം റേറ്റ് 50 ഫ്രെയിം റേറ്റാണ്. അത് അതിൽ തന്നെയാണ് കിടക്കുന്നത്, ചേഞ്ച് ചെയ്യേണ്ട. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഫ്രെയിം റേറ്റിൽ ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ഇതിലൂടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മൾ ഓക്കെ കൊടുക്കുക. പ്രോജക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോസിൽ ഞാൻ എല്ലാം സെലക്ട് ചെയ്യണം. കമാൻഡ് A കൊടുക്കുമ്പോൾ സെലക്ട് ആവും. അപ്പോൾ ഞാനിതിനെ ഡ്രാഗ് ചെയ്ത് ഈ സ്റ്റോറി ലൈനിലോട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇങ്ങനെയും ചെയ്യാം. എനിക്കിതാണ് ഇഷ്ടം. അതുമല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിക്കും. ഇങ്ങോട്ടേക്ക് ഫോൾഡർ എടുത്തിടും.
ഞാൻ ഈ 2 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഞാൻ അടുത്തതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ ഞാനത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.